Lord. Praise and thank the Lord for giving me this opportunity to stand before you. I'm just standing here to just thank you for praying for me. Doctors have said I will live for 12 hours. Last week was the time they gave me, God gave me one more year to live. I want to thank many of you here, so many of you are here praying for me, came to the hospital, ministered to us, and helped our family. Doctor said I will not speak, I will not walk, I will not laugh. I have no idea when they said that I was unconscious. I just want to thank all of you for praying for me, keeping me in your prayers. I'm going to let Shani speak for us. Praise the Lord. ഇങ്ങനെ ഒരവസരം ദൈവം ഞങ്ങൾക്ക് ഈ ലോകത്തിൽ ഒരു പ്രാവശ്യം കൂടി ഞങ്ങൾ കുടുംബമായിട്ട് ഇങ്ങനെ നിൽക്കുവാൻ ദൈവം തന്ന അവസരത്തെ എടുത്ത് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ജോൺസിന് പെട്ടെന്ന് കാർഡിയാക് അറസ്റ്റ് ഉണ്ടായി. അന്ന് ഡോക്ടറിനോട് പറഞ്ഞു, your husband is very sick and he will live probably for a few minutes to 12 hours. അത് കഴിഞ്ഞാൽ പിന്നെ ജീവിക്കുവാണെങ്കിൽ അതൊരു മിറക്കിൾ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനാണെങ്കിൽ ഇത്രയും മാത്രമേ ഞാൻ ദൈവത്തോട് പറഞ്ഞു, God, I don't want to be widow right now. I don't want my kids to be orphans. God, please, ജോൺസിനെ നീ രക്ഷിക്കണേ. അത് മാത്രമേ എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ. വേറൊന്നും ഞാൻ ദൈവത്തോട് ചോദിക്കുന്നില്ല. അന്നേരം ഞങ്ങളോട് ജിനുവും കൂടെ ഉണ്ടായിരുന്നു. അവനെല്ലാവരും വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ജോൺസിന്റെ കാർഡിയാക് അറസ്റ്റ് വന്ന് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. എല്ലാവരും ആ സമയം തന്നെ ഹോസ്പിറ്റലിൽ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് couple of doctors came to me and said, Shani, we just want to let you know your husband is really, really sick. God is calling him home. നീ റെഡി ആയിട്ടിരിക്കണം വിടാൻ വേണ്ടി എന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും എന്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചു, God എന്നോട് ഇപ്പൊ അങ്ങനെ ചെയ്യത്തില്ല. എനിക്ക് I'm too young to go through all this stuff. അത് കഴിഞ്ഞിട്ട് 5 months ജോൺസൺ ഹോസ്പിറ്റലിലായിരുന്നു. He lost all his memory. സ്പീച്ച് സംസാരിക്കത്തില്ലായിരുന്നു, നടക്കാൻ പറ്റത്തില്ലായിരുന്നു. ആ 5 months പല പ്രാവശ്യം മരണത്തെ മുഖാമുഖമായിട്ട് കണ്ടു. എന്നിട്ട് one of the doctor came to me and said, I know ഈസോ ഞാൻ നേരത്തെ അവനെ ട്രീറ്റ് ചെയ്തിട്ടുള്ളതാ. സോ അന്ന് കണ്ട ഈസോ അല്ല ഞാൻ ഇപ്പം കാണുന്നത്. So I just want to let you know the best thing that you can do for him, just put him as DNR.
DNR ഇട്ട് കഴിഞ്ഞ് ഞങ്ങൾ അഗ്രസീവ് ആവത്തില്ല, ട്രീറ്റ് ചെയ്യാൻ വേണ്ടി. സോ അതായിരിക്കും ബെസ്റ്റ് ആയിട്ട് നിനക്ക് ചെയ്യാൻ കഴിയുന്നെന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു, ഡോക്ടർ ഐ വിൽ നെവർ ഡു ദാറ്റ്. ഞാൻ ഒരിക്കലും DNR ഞാൻ എന്റെ കൈ കൊണ്ടൊന്നും സൈൻ ചെയ്യത്തില്ല. എന്റെ ദൈവം ആ 2 പ്രാവശ്യം കാർഡിയാക് അറസ്റ്റ് വന്നിട്ട് ജോൺസൺ മരിച്ചില്ലെങ്കിൽ എന്റെ ദൈവം ഇന്നും ജോൺസൺ മരിക്കത്തില്ല. ഐ വിൽ ടേക്ക് ഹിം ഹോം എന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു, you will never take him from he was in rehab at that time. Nee rehab in the husband name detail കൊണ്ടുവന്നത് ഞാൻ കാണുന്നില്ല. You will never take him home from here. ഇവിടെ ആയിരിക്കും അവന്റെ എൻഡ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, that will never happen. എന്റെ ദൈവം ഒരു പ്രാവശ്യം പിടിപ്പിച്ചെങ്കിൽ ദൈവം ഇനിയും പിടിപ്പിക്കാൻ ഞാൻ ജോൺസനെ വീട്ടിൽ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അങ്ങനെ ദൈവം കഴിഞ്ഞ ഈ സെപ്റ്റംബർ 21 ആയപ്പോൾ 1 വർഷമായിരുന്നു. ഒരു ദൈവം ഞങ്ങൾക്ക് 1 more year തന്നു. നിങ്ങളുടെ എല്ലാവരും നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചെല്ലാം ഞങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്ത പല ആൾക്കാരുണ്ട്. ജോൺസനെ ടേക്ക് കെയർ ഓഫ് ദ നഴ്സസും ഒത്തിരി ഡോക്ടേഴ്സ്, എവരിബഡി ഈസ് ഹിയർ. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ കുടുംബമായിട്ടുള്ള നന്ദിയെ ഞങ്ങൾ അറിയിക്കുന്നു. ഈവൻ പാസ്റ്റേഴ്സ്, താങ്ക് യു സോ മച്ച് ഫോർ പ്രേയിങ് ഫോർ us. ഇനിയും നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, കുഞ്ഞുങ്ങൾക്കും ജോൺസണിന് വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാവരെയും ദൈവം ഒത്തിരി അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.